നമസ്കാരം. പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അത് ധൂർത്തെന്നാണ് അന്ന് പ്രതിപക്ഷമായിരുന്ന UDF സഭയിൽ ആരോപിച്ചത്. പ്രതിമാസം 80 ലക്ഷത്തോളം നൽകി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്ന തീരുമാനത്തെ അന്ന് ശക്തിയുക്തം സഭയിൽ എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ഭരണപക്ഷമാണ്. ഹെലികോപ്റ്റർ കരാർ പുതുക്കണമെന്ന് DGP ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ളപ്പോൾ ഹെലികോപ്റ്റർ കരാറിനെ എതിർത്ത UDF ഭരണപക്ഷത്തുള്ളപ്പോൾ ഹെലികോപ്റ്റർ കരാറുമായി മുന്നോട്ട് പോകുമോ എന്നാണ് അറിയാനുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്തതാണ് പ്രതിമാസം 80 ലക്ഷത്തോളം വാടക നൽകി ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്നത്. ഒരു വർഷം നൽകേണ്ടത് 10 കോടിയോളം രൂപയും ഇത് മാത്രമല്ല പാർക്കിംഗ് ഫീസ്, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കും വർഷാവർഷം കോടികൾ നൽകേണ്ടി വരും. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പരിതാപകരമെന്ന് ചൂണ്ടിക്കാട്ടി ധവളപത്രം തന്നെ പുറത്തിറക്കിയ UDF സർക്കാരിന് ഈ കരാറുമായി മുന്നോട്ട് പോകുക പ്രയാസമാകും. വീണ്ടും കരാർ പുതുക്കിയാൽ പ്രതിപക്ഷത്തും സോഷ്യൽ മീഡിയകളിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശന ശരങ്ങളെ നേരിടേണ്ടി വരികയും ചെയ്യും. പിണറായി സർക്കാർ കരാറുമായി മുന്നോട്ട് പോയപ്പോൾ എന്തിന് ഹെലികോപ്റ്റർ വേണം എന്നാണ് അന്ന് UDF ചോദിച്ചത്. ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കേണ്ട ആവശ്യം അപൂർവമായി മാത്രമേ വരുന്നുള്ളൂ. ആവശ്യമെങ്കിൽ നേവിയോട് ആവശ്യപ്പെട്ടാൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇത്തരം കരാറിൽ ഏർപ്പെടുന്നത് ധനധൂർത്താണെന്നാണ് പ്രതിപക്ഷം അന്ന് സഭയിൽ പറഞ്ഞത്. 3 വർഷത്തേക്കാണ് ചിഫ്സൺ ഏവിയേഷനുമായി പിണറായി സർക്കാർ കരാറുണ്ടാക്കിയത്. ആരോഗ്യ രക്ഷാപ്രവർത്തനം, മാവോവാദി നിരീക്ഷണം, അടിയന്തര ഘട്ടങ്ങളിൽ വിശിഷ്ട വ്യക്തികളുടെ യാത്ര എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ അന്ന് ചൂണ്ടിക്കാട്ടിയത്. പറന്നാലും പറന്നില്ലെങ്കിലും 80 ലക്ഷം രൂപ പ്രതിമാസം നൽകണം. എന്നാൽ ഹെലികോപ്റ്ററിൽ 25 മണിക്കൂർ പോലും പറന്നിട്ടുമില്ല. ഹെലികോപ്റ്റർ പറത്തിയത് തന്നെ അവയവദാനവുമായി ബന്ധപ്പെട്ടാണ്. മാവോവാദി വിമുക്ത സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ മാവോവാദി ഫണ്ടിൽ നിന്നും കേന്ദ്രം പണവും നൽകില്ല. ഈ തുക കേരളം ഒറ്റയ്ക്ക് കണ്ടെത്തേണ്ടി വരും. മുഖ്യമന്ത്രിക്കുള്ള അകമ്പടി പോലും ഒഴിവാക്കിയ സതീശൻ ധനധൂർത്തിന്റെ പര്യായമായി മാറിയ ഹെലികോപ്റ്റർ കരാറുമായി മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.